നിങ്ങൾ എമ്പുരാനെന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എന്തായാലും ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ അമീർ ഖാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതുപോലെ തന്നെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്കറിയാം എമ്പുരാൻ ഇപ്പോൾ ഒരു മിക്സഡ് റിവ്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിലർ പറയുന്നു നല്ലതാണെന്ന്, ചിലർ പറയുന്നു മോശമാണെന്ന്. എന്തായാലും കൂടുതലും നമുക്കറിയാൻ സാധിക്കുന്നത് ആൾക്കാർക്ക് എന്താ പറയുക അത്രത്തോളം തൃപ്തി വന്നിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ അതൊരു ഓവർ ഹൈപ്പിൻ്റെ കൊണ്ടായിരിക്കാം. സാധാരണ എല്ലാ സിനിമയിലും അങ്ങനെയാണ് ഇപ്പോൾ വരുന്ന 15 സിനിമകളെല്ലാം. കാരണം ഓവർ ഹൈപ്പായിട്ട് വരും, വന്ന് പൊട്ടിപ്പാളീസാകും. സോ എന്തായാലും പൊട്ടിപ്പാളീസാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഒരു കേരളത്തിലെങ്കിലും ഹിറ്റടിക്കും ഒരു സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി തന്നെ കേരളത്തിലെ പകുതി ആൾക്കാരും ആദ്യത്തെ ദിവസം തന്നെ പോയി കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല കാണാൻ വേണ്ടിയിട്ട്. നാളെ ഷോയ്ക്കുള്ള ടിക്കറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നാളെ എനിക്ക് പോയി കാണാൻ സാധിക്കുള്ളൂ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കറക്റ്റ് റിവ്യൂ എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. എന്തായാലും അതത്രേ ഉള്ളൂ, ഒരു മിക്സഡ് റിവ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അമീർ ഖാൻ പറഞ്ഞൊരു കാര്യമാണ്. അത് അമീർ ഖാൻ പറയുകയാണ്, അതായത് എനിക്കും സൽമാൻ ഖാനും അതുപോലെ ഷാറുഖ് ഖാനും ഞങ്ങൾക്ക് ഒരുമിച്ചൊരു സിനിമ ചെയ്യണം. അത് പ്രേക്ഷകർ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു സംഭവമാണ്. ഇനിയെങ്കിലും അത് ചെയ്ത് കൊടുക്കണമെന്നാണ് അമീർ ഖാൻ ഇപ്പോൾ പറയുന്നത്. അതായത് ഞാനും സൽമാൻ ഖാനും തമ്മിൽ നേരത്തെ ഒരു സിനിമയെ അഭിനയിച്ചിട്ടുണ്ട്. ബട്ട് ഞാനും ഷാറുഖ് ഖാൻ തമ്മിൽ ഇതുവരെ ഒരു സിനിമയിൽ പോലും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. സോ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കണം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു സികന്ദറിൽ അമീർ ഖാൻ ചിലപ്പോൾ ഒരു റോൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള റൂമറുകളുണ്ട്. അതായത് ഇതിനകത്ത് എമ്പുരാനെ വില്ലൻ അമീർ ഖാനാണെന്ന് പറഞ്ഞു. ബട്ട് മിക്കവാറും സികന്ദർ ഈ വില്ലൻ അമീർ ഖാൻ ആയിരിക്കും. സോ എന്തായാലും നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.